നിന്റെ ശുശ്രൂഷ ചെയ്യാൻ നീ തരുന്നത് സ്തോത്രം ഹല്ലേലൂയ ആത്മീയ മണ്ഡലത്തിൽ മാത്രമല്ല, ഭൗതിക മണ്ഡലത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ദേശത്ത്, എൻ്റെ ജോലി സ്ഥലത്ത്, എൻ്റെ സഭയിൽ, കർത്താവ് അയക്കുന്ന ഇടങ്ങളിൽ ഞാനൊരു ശുശ്രൂഷക്കാരനാണ്. എനിക്കൊരു യജമാനനുണ്ട്. ഞാൻ തോന്നിയതുപോലെയല്ല പോകുന്നത്. എൻ്റെ യജമാനൻ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഈ ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. വചനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നിന്റെ ശുശ്രൂഷകളെ ഫലവത്താക്കി തീർക്കത്തക്കവണ്ണം നിന്നോട് സംസാരിക്കുന്ന ഒരു നല്ല യജമാനനുണ്ട്. സ്തോത്രം. അവിടെ പറയുന്നു, സ്തോത്രം, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു കൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ ചെന്ന് കിടന്നു. ശമൂവേലിനോട് ദൈവം സംസാരിച്ചു. സ്തോത്രം. 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ വന്നപ്പോൾ ശമൂവേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ശുശ്രൂഷക്കാരൻ ദൈവത്തിന്റെ ശബ്ദം കേട്ട് സ്തോത്രം ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്യുന്നവനാണെങ്കിൽ അവനോടുകൂടെ ആരുണ്ട്? ദൈവമുണ്ട്. സ്തോത്രം. തീർന്നില്ല. അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാക്കുവാൻ ഇടവരുത്തിയില്ല. അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, സ്തോത്രം, നീ ദൈവത്തിന്റെ ദാസനാണെങ്കിൽ, ദൈവം നിന്റെ യജമാനനാണെങ്കിൽ, ദൈവം അരുളി ചെയ്യുന്ന, നിന്നോട് അരുളി ചെയ്യുന്ന ഓരോ വചനം, ഒറ്റ വചനം പോലും നിഷ്ഫലമാകത്തില്ല. സകലതും ഫലപ്രാപ്തിയിലെത്തും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ ദൈവ ശബ്ദം കേട്ട് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ ആക്കിയിരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. 20-ാം വാക്യം. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേൽ ഒക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. കുറഞ്ഞ സ്ഥലങ്ങൾ നോക്കി. ദാൻ മുതൽ ബേർശേബ വരെ. സ്തോത്രം. ദൈവ ശബ്ദം കേട്ട് ശുശ്രൂഷ ചെയ്ത് ശമൂവേലിനെ പ്രശസ്തനാക്കി മാറ്റി. സ്തോത്രം. ദൈവവൈതലേ, സ്തോത്രം, എന്നെ നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ സ്തോത്രം മനുഷ്യരുടെ സഹായത്താലല്ല, ദൈവത്തിൻ്റെ സഹായത്താലാണ് ചെയ്യുന്നത്. ദൈവം ഒരു കാര്യം നിന്നോട് സംസാരിച്ചാൽ അതിനു വേണ്ട സകലതും കർത്താവ് ഒരുക്കി വെച്ചിട്ടാണ് എന്നെ നിങ്ങളെ അയക്കുന്നതെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാനും നിങ്ങളും കരുതേണ്ട കാര്യമില്ല. എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ദൈവം എന്നെ നിയോഗിച്ച് അയച്ചാൽ, അതെൻ്റെ വീട്ടിലേക്ക് അയച്ചാൽ, ജോലി സ്ഥലത്തേക്ക് അയച്ചാൽ, ശുശ്രൂഷയ്ക്ക് അയച്ചാൽ, അവിടെ വേണ്ടതെല്ലാം എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ഭാരങ്ങൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, വേദനകൾ മാറട്ടെ. ഞാൻ അറിയാത്ത മണ്ഡലത്തിലും എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഇന്ന് പകൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം, കഴിഞ്ഞ കാലങ്ങളിൽ ചില ശുശ്രൂഷകൾ പരാജയപ്പെട്ടുവെങ്കിൽ അത് ആത്മീയ മണ്ഡലത്തിലാകട്ടെ, ഭൗതിക മണ്ഡലത്തിലാകട്ടെ, യജമാനന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കത്തക്കവണ്ണം എന്റെ കാതുകളെ തുറക്കണമെന്ന് ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥനയോടെ ഇരുന്നാൽ നിന്റെ പരാജയത്തെ ജയമാക്കി മാറ്റുന്ന യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കും. ഓ ജീസസ്, ഹല്ലേലൂയ, സ്തോത്രം. 1, 2, 18-ാം വാക്യം. അങ്ങനെ ശമൂവേൽ സകലവും അവനെ അറിയിച്ചു. 119-ാം സങ്കീർത്തനം. നിന്റെ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. 2, നിന്റെ ന്യായപ്രമാണം എന്ന് പറയുന്നത് ദൈവവചനം. ദൈവവചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണ് തുറക്കണം. സ്തോത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, അറിയാത്ത കാര്യങ്ങൾ അറിയുവാൻ, പഠിക്കാത്ത കാര്യങ്ങൾ പഠിക്കുവാൻ. സ്തോത്രം. അല്ലേ? 2-ാം ക്ലാസ്സും 3-ാം ക്ലാസ്സും 4-ാം ക്ലാസ്സിലുമൊക്കെ സ്തോത്രം പോകുന്ന പിള്ളേർക്ക് ഇംഗ്ലീഷും മലയാളവും ഹിന്ദി ഒക്കെ അറിയാം. സ്തോത്രം. പക്ഷെ ക്ലാസ്സിൽ കുറച്ചുകൂടെ കൂടുമ്പോഴത്തേക്കും ആ 4-ാം ക്ലാസ്സിലുള്ള കൊച്ചിനോട് സുവോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മനസ്സിലാവത്തില്ല. പക്ഷെ അത് എത്തേണ്ട സമയത്ത് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? പഠിക്കും. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട്, പഠിക്കുന്ന കുട്ടിയുണ്ട്. ബന്ധം ദൈവവുമായിട്ടുള്ളത്. ദൈവം ആരാ? ടീച്ചറാണ്. ഞാനോ സ്റ്റുഡൻ്റാണ്. സ്തോത്രം. ഗുരു ശിഷ്യ ബന്ധം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഗുരു ശിഷ്യ ബന്ധത്തിൽ ഒരു ദൈവ പൈതലും ദൈവവുമായി നിന്നാൽ
ഞാൻ പറയട്ടെ, മറ്റുള്ളവരറിയാത്ത കാര്യങ്ങൾ നിന്നെ പഠിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അത് പ്രാപിച്ചിട്ടാണ് പറഞ്ഞത് സങ്കീർത്തനക്കാരൻ, ന്യായപ്രമാണത്തിൽ ലോകം അറിയാത്ത അത്ഭുതങ്ങൾ കിടപ്പുണ്ട്. എൻ്റെ ദൈവം എന്നെ പഠിപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എവിടാ കിടക്കുന്നത്? വചനത്തിലാ. വചനത്തിൽ മറഞ്ഞു കിടക്കുന്ന സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവുകളിൽ സ്തോത്രം താമസിച്ചിരുന്ന ഒരു ഭവനമായിരുന്നു ബേഥാന്യ ഭവനം. ആ ഭവനത്തിനകത്ത് 2 സഹോദരിമാരുണ്ട്, ഒരു സഹോദരനുണ്ട്. നമുക്കെല്ലാം അറിയാം. സ്തോത്രം. മാർത്ത എന്ന് പറയുന്ന സഹോദരി പലതിനെ ചൊല്ലി വിലപിക്കുന്നവളായിരുന്നു. സ്തോത്രം. അവൾക്ക് അടുക്കളക്കാരിയും നാട്ടുകാരിയും ഒക്കെയാണ്, ഭയങ്കര ഭാരമാണ്. സ്തോത്രം. എന്നാൽ മറിയ അങ്ങനെയല്ല. അവൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് സ്തോത്രം പഠിക്കുന്നവളായിരുന്നു. സ്തോത്രം. ആമേൻ. മറിയ ആരായിരുന്നു? കർത്താവിൻ്റെ പാദപീഠത്തിൽ. സ്തോത്രം അല്ലേ? ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യം വായിച്ചിട്ട്, അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പൊ മാർത്തയ്ക്ക് അറിയാൻ പാടില്ലാത്തത് ആർക്കറിയാം? ഞാൻ വിശ്വസിക്കുന്നു മറിയയ്ക്കറിയാം. കാരണം കർത്താവിനെ വിട്ടുപിരിയാതെ, കർത്താവ് എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ കർത്താവിൽ നിന്ന് സ്തോത്രം വചനങ്ങൾ കേട്ട് പഠിക്കാനുള്ള സ്തോത്രം ഒരു മനസ്സവക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കുടുംബത്തിൻ്റെ അകത്ത് നിലവിളി ഉയർത്തിയ ഒരു വിഷയത്തിൻ്റെ പുറത്ത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ സ്തോത്രം ഹല്ലേലൂയ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു ലാസർ മരിച്ചു കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് പട്ടണത്തിൽ വന്നു, മടങ്ങി ബേഥാന്യ പട്ടണത്തിൽ വന്നു. മാർത്ത ഓടിച്ചെന്ന് യേശുവിനെ എതിരേറ്റു. സ്വതം മറിയ പോയില്ല. പക്ഷേ തിരിച്ചു വന്ന മാർത്ത മറിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. തന്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു, ഗുരു വന്നിട്ടുണ്ട്. അപ്പോൾ മറിയവുമായിട്ടുള്ള ബന്ധത്തിലാണ് പറയുന്നത് ഗുരു വന്നിട്ടുണ്ടെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, നീ ഒത്തിരിയൊക്കെ പഠിച്ചതല്ലേ? സ്തോത്രം. നൂറ് സമയമാണ് നീ ഗുരുവിൻ്റെ കൂടെ ഇരുന്ന് അവൻ പഠിപ്പിച്ച ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിച്ചത്. സ്തോത്രം. ഗുരു വന്നിട്ടുണ്ട്. മറിയയ്ക്ക് ആശ്വാസമായി. സ്തോത്രം. നോക്കിക്കേ, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവൻ എതിരേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു. ഒന്ന് ആലോചിക്കുക, ആ സ്നേഹം നോക്കി മറിയോടുള്ള. സ്തോത്രം. അവിടെ തന്നെ നിൽക്കുക. വീട്ടിൽ അവളോടുകൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി. ഗുരുശിഷ്യ ബന്ധത്തിൽ നോക്കിയ സ്നേഹം. സ്തോത്രം. എത്തി യേശുവിൻ്റെ കാൽക്കൽ വീണു. ഏത് കാൽക്കലിരുന്ന് പഠിച്ചോ അതേ കാൽക്കൽ അവൾ വിഷയത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കുക. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നല്ല ഗുരുവിൻ്റെ കാൽക്കലിരുന്ന് നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കരയിപ്പിക്കുന്ന വിഷയത്തിന് പരിഹാരം തരുവാൻ നിന്നെ പഠിപ്പിച്ച ഗുരു നിന്റെ അടുക്കൽ ഇറങ്ങി വരും. മാത്രമല്ല, നീ ആ ഗുരുവിൻ്റെ കാൽക്കലിരുന്ന് നിന്റെ കണ്ണുനീർ 2 തുള്ളി വീണാൽ മതി. നാറ്റം വെച്ച വിഷയമാണെങ്കിലും ചീഞ്ഞ വിഷയമാണെങ്കിലും ഒരു മനുഷ്യനും പരിഹരിക്കാൻ കഴിയാത്ത വിഷയമാണെങ്കിലും പരിഹരിച്ച് തരുവാൻ നല്ല ഗുരു മറവിയുള്ള ഗുരുവല്ല. അവൻ മാറി നിൽക്കുന്നവനല്ല. അവൻ ബേഥാന്യ ഭവനത്തിൽ പഠിച്ച മറിയയുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമാണ്. ജനത ഈ കർത്താവിന്റെ സന്നിധിയിലിരുന്ന് പഠിക്കുവാൻ, കർത്താവെ എന്നെ പഠിപ്പിക്കണമേ, തിരുവായി മൊഴിഞ്ഞെന്നെ കേൾപ്പിക്കണമേ, അതനുസരിക്കുവാൻ എനിക്ക് മനസ്സുണ്ട്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവം പഠിപ്പിക്കുന്നത് അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിന്നെ കരയിപ്പിക്കുന്ന വിഷയങ്ങൾ, നിന്നെ വെല്ലുവിളിക്കുന്ന വിഷയങ്ങൾ, നിന്നെ തകർക്കുന്ന വിഷയങ്ങൾ വന്നാൽ നിന്നെ ഒറ്റയ്ക്ക് വിടുന്ന ദൈവമല്ല യേശു. യേശുവിന്റെ നാമത്തിൽ ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാം വാക്യത്തിന്റെ അകത്ത്, അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാന്തലെടുത്ത് യേശുവിന്റെ കാൽക്കൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഹല്ലേലൂയ. യേശുവിൻ്റെ കാൽക്കൽ ഇരുന്ന് പഠിച്ചവൾ, വേദനിപ്പിക്കുന്ന വിഷയം വന്നപ്പോൾ കാൽക്കൽ ചെന്ന് കരഞ്ഞവൾ, ജീവിതത്തിൽ വലിയ വിടുതൽ കിട്ടിയപ്പോൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം അവൻ്റെ കാൽക്കൽ പൊട്ടിച്ചൊഴിച്ചു. അതുകൊണ്ട്
ദേശം മുഴുവൻ, കുടുംബം, വീട് മുഴുവൻ ആ സൗരഭ്യം കൊണ്ട് നിറഞ്ഞു. സ്തോത്രം. ദൈവവൈതലേ, ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പഠിക്കുന്ന, പ്രാപിക്കുന്ന ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ തകർച്ചകൾ വരുമ്പോൾ നീ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ധൈര്യത്തോടെ ഓടിച്ചെല്ല്. അവൻ നിന്റെ തകർച്ചകളെ പണിതെടുക്കുമ്പോൾ നന്ദിയില്ലാത്തവരായിട്ടല്ല, ദൈവത്തിന് കൊടുക്കേണ്ട സകല മഹത്വവും കൊടുത്താൽ വീട് മുഴുവൻ സൗരഭ്യം കൊണ്ട്, യേശുവിൻ്റെ സൗരഭ്യം കൊണ്ട് നിറയും. ചൂടാദൗടാശകര ജനത, ഇന്ന് പകൽക്കാലം എന്നെ നിങ്ങളെ യേശുവിൻ്റെ സൗരഭ്യ വാസന പരത്തുവാൻ കണ്ടവരാണെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നാറ്റം വെച്ച ചില വിഷയങ്ങൾ പരിഹരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർജീവമായി കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, നിർജീവമായ വിഷയങ്ങൾ ഇന്ന് പകൽ മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ, പൂർവാവസ്ഥയിൽ മടങ്ങി വരട്ടെ, ആരോഗ്യത്തോടെ മടങ്ങി വരട്ടെ, അതിന്റെ യഥാർത്ഥ ഷേപ്പിൽ മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ രക്തം ജയം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. മൂന്നാമത് 119 സങ്കീർത്തനം 19-20 വാക്യങ്ങൾ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു. 3, ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു. നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുതേ. നിന്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ മൂന്നാമത്തെ വിശേഷണം, ദൈവവുമായിട്ട് ബന്ധമുള്ള ഒരു ദൈവ പൈതൽ, അവൻ പരദേശിയാണ്. പ്രൈസ് ഗോഡ്. സ്ട്രേഞ്ചറാണ് ഈ ഭൂമിയിൽ. സ്തോത്രം. പക്ഷേ അവിടെ നമ്മൾ വായിച്ചു 20ാമത്തെ വാക്യത്തിൽ, നിന്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് തകർന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. കാരണം എന്താണെന്നറിയാമോ? വിധികൾക്കുള്ള വാഞ്ച ഇങ്ങോട്ട് ഉണ്ട്, പക്ഷേ ആ വിധികളൊന്നും സ്തോത്രം നടപ്പായിട്ടില്ല. സ്തോത്രം. ഞാൻ പറയട്ടെ, സ്ട്രേഞ്ചർ ഞാനും നിങ്ങളും. നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നാൽ, സ്തോത്രം, വേണ്ട, ഇവിടെ നിന്ന് ഇസ്രായേലിൽ ടൂർ പോകുമ്പോൾ സ്തോത്രം മനൂരിപ്പുണ്ട്. സ്തോത്രം. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ അവിടെ ഗൈഡിനെ ആക്കി വയ്ക്കും. എന്തിന്? സ്തോത്രം. പരിചയമില്ലാത്ത ഇസ്രായേലിൽ കാണേണ്ട എല്ലാ സ്ഥലങ്ങളും കാണുവാൻ. ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും സ്വർഗീയ പൗരന്മാരാണ്. നമ്മളിവിടെ പരദേശികളാണ്. നമുക്കിവിടെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല. ബട്ട് വി ഹാവ് എ ഗൈഡ്. എനിക്കൊരു ഗൈഡുണ്ട്. എന്നെ നയിക്കുന്ന ഒരുത്തനുണ്ട്. എൻ്റെ മുന്നമേ പോകുന്ന ഒരുത്തനുണ്ട്. ദൈവ പൈതലേ, സ്തോത്രം. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവശബ്ദം കേൾക്കുന്ന, സ്തോത്രം, നല്ല ആടുകളുടെ മുമ്പേ പോകുന്ന ഒരു നല്ല ഇടയനുണ്ട്. അത് മറ്റാരുമല്ല, യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇടയൻ്റെ ശബ്ദം കേട്ട് അനുഗമിക്കുന്ന ആടുകളെ, സ്തോത്രം, ഹല്ലേലൂയ, കരുതി നടത്തുന്ന ഒരു നല്ല ഇടയനായ യേശു എനിക്കുണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. അതുകൊണ്ടാണ് പഴയ നിയമ ഭക്തന്മാരുടെ അനുഭവത്തിൽ 105-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, പരദേശികളായിരുന്ന, സ്തോത്രം, അവർ അന്ന് എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളുമായിരുന്നു. സ്തോത്രം. വിശേഷണം കണ്ടില്ലേ? പരദേശികളുടെ വിശേഷണം. അവര് എണ്ണത്തിൽ കുറഞ്ഞവരായിരുന്നു, അവർ ചുരുങ്ങിയവരായിരുന്നു, അവർ പരദേശികൾ. എന്നാൽ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവരെ പീഡിപ്പിപ്പാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. വലിയ ബലമൊന്നുമില്ല, ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. സ്തോത്രം. നമുക്ക് എന്തില്ല? വലിയ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. ഈ ഇവിടെ പിടിയില്ല. നമ്മുടെ പിടി മുഴുവൻ എവിടാന്നറിയാവോ? മുകളിലാണ്. സ്തോത്രം. നമ്മുടെ പിടി മുഴുവൻ മുകളിലാണ്. സ്തോത്രം. ഇവിടെ ഒരു പിടിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. പറയുകയാണ്, സ്തോത്രം, മുകളിൽ പിടിയുള്ളവനെ എന്ത് ചെയ്യുമെന്നറിയാമോ? പീഡിപ്പിക്കാൻ സമ്മതിക്കാത്ത ഒരു ദൈവമുണ്ട്. ഞാൻ പരദേശിയാണ്. എനിക്കിവിടെ ആരെയും പരിചയമില്ല. എന്നെ സഹായിപ്പാൻ ആരുമില്ല. ആത്മാർത്ഥതയോടെ എന്നോട് കൂടെ നിൽക്കാൻ ആരുമില്ല. പക്ഷെ ഞാൻ പരദേശിയാണെങ്കിലും എനിക്കൊരു ഗൈഡുണ്ട്. എന്നെ നയിക്കുന്ന ഒരുത്തനുണ്ട്. എനിക്ക് ആലോചന തരുന്ന ഒരുത്തനുണ്ട്. എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുത്തനുണ്ട്. ആ മുന്നിൽ എത്ര വെല്ലുവിളികൾ വന്നാലും എന്നെ പീഡിപ്പിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് ഉറപ്പുണ്ടോ? ദൈവശബ്ദം കേട്ട് ദൈവത്താൽ നയിക്കപ്പെടുന്ന ജീവിതമേ ഇതാ വിശ്വാസ ജീവിതം. ഇതാ ക്രിസ്തീയ ജീവിതം. അവിടെ തകർക്കാൻ പറ്റത്തില്ല, മുടിക്കാൻ പറ്റത്തില്ല. എന്നെ നിങ്ങളെ കരുതി നടത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. വായിച്ചാട്ടെ. അവരെ പീഡിപ്പിപ്പാൻ അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ സമ്മതിച്ചില്ല. അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ സ്തോത്രം. അവരുടെ നിമിത്തം രാജാക്കന്മാരെ ശാസിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്കും അധികാരികളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? സ്തോത്രം. അധികാരികളെ ശാസിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദൈവം. സ്തോത്രം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. പട്ടണവാതിക്കൽ കരയുന്ന മൊർദെഖായി ആണെങ്കിലും അവൻ്റെ കരച്ചിൽ കൊട്ടാരത്തിനകത്തിരിക്കുന്ന രാജാവ് കേൾക്കത്തില്ലെങ്കിലും രാജാധിരാജാവും കർത്താവും കേൾക്കും. കേട്ട് കഴിഞ്ഞാൽ കൊട്ടാരത്തിനകത്തുള്ള രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്താൻ മൊർദെഖായിക്ക് കഴിയത്തില്ല. പക്ഷെ മൊർദെഖായിയുടെ ദൈവത്തിന് കഴിയും. അവൻ്റെ ഉറക്കത്തെ കെടുത്തിയാണെങ്കിലും ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ മറച്ചു വെച്ച പുസ്തകത്തിൻ്റെ അകത്ത് അവൻ്റെ നന്മകളെ കണ്ടെടുക്കുവാൻ ഒരു മനുഷ്യനും ഇല്ലാതിരുന്ന സ്ഥാനത്ത് രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തിക്കൊണ്ട് മൊർദെഖായിക്കുള്ള നന്മയെ പുറത്തു കൊണ്ടുവന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയാണെങ്കിൽ നിന്റെ നന്മകളെ പിടിച്ചു വെച്ചിരിക്കുന്ന അധികാര സ്ഥാനങ്ങളുടെ ഹല്ലേലൂയ കരങ്ങളെ ചലിപ്പിക്കാൻ നിനക്ക് കഴിയത്തില്ല, കണ്ണുകളെ തുറക്കാൻ നിനക്ക് കഴിയത്തില്ല. പക്ഷെ അധികാരികളെ കൊണ്ട് നിന്റെ ഫയൽ എടുപ്പിച്ച് നിന്റെ കാര്യങ്ങളെ തീർപ്പ് കൽപ്പിക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ ദൈവം മതിയായവൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. തീർപ്പാകാതെ കിടക്കുന്ന ചില ഫയലുകളെ നിനക്ക് വേണ്ടി അധികാരികളെ കൊണ്ട് എടുപ്പിച്ച് അതിന്റെ പൂർത്തീകരണം, അതിന്റെ നികർത്തിവരണം, അത് പാസാക്കി സൈൻ ചെയ്യിച്ചു വിടുവിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന്റെ ഇടപെടൽ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. നാളുകളായി തടഞ്ഞു വെച്ചിരിക്കുന്ന നിന്റെ നന്മയെ പിടിച്ചു വെക്കാൻ സമ്മതിക്കാതെ വണ്ണം ഹല്ലേലൂയ അധികാരികൾക്ക് കർശന നിർദ്ദേശം കൊടുക്കുന്ന ദൈവത്തിന്റെ കരുതൽ ഇന്ന് പകൽ വെളിപ്പെടുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. രാജാക്കന്മാരെ ശാസിച്ചു. ഹല്ലേലൂയ. അടുത്തത്, എന്റെ അഭിഷിക്തന്മാരെ തുടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്റെ നിങ്ങളുടെ വാക്കിന് വിലയില്ലെങ്കിലും വിലയുള്ളവൻ സംസാരിക്കും, വിലയുള്ളവൻ ഇടും. തൊടാൻ പറ്റത്തില്ല. അതുപോലെ കൽപ്പന കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ അഭിഷിക്തന്മാരെ തുടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. സ്തോത്രം. അപ്പൊ മൂന്നാമത് പരദേശി. സ്തോത്രം. പക്ഷെ എനിക്കൊരു ഗൈഡുണ്ട്. അവൻ മിണ്ടാതിരിക്കുന്നവനല്ല, വേണ്ട സമയത്ത് എനിക്ക് ഗൈഡൻസ് തരുന്നവന്. ദൈവമക്കളെ, ദൈവവചനത്തിൻ്റെ പ്രയോജനം മനസ്സിലാക്കിക്കൊള്ളണം. സ്തോത്രം. 1 ദൈവത്തിൻ്റെ ദാസൻ. സ്തോത്രം. 2 സ്തോത്രം ശിഷ്യൻ. 3 പരദേശി. ഈ 3 ബന്ധത്തിലും നീ അന്യനല്ല. സ്തോത്രം. ഹല്ലേലൂയ. നീ ആരുമില്ലാത്തവനല്ല, എല്ലാം ഉള്ളവൻ നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. 4 21 മുതലുള്ള വാക്യം 119. നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഭത്സിക്കുന്നു. നിന്നയും അപമാനവും എന്നോട് അകറ്റണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു. എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരുമാകുന്നു. സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം. സ്തോത്രം. ദൈവത്തിന്റെ വചനം ഇപ്പം എന്താണ്? ആലോചനക്കാരായിട്ട് മാറിയേക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുന്നു, ഈ ലോകത്തിൽ ദൈവവുമായിട്ട് യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യേശുവിൻ്റെ പൈതലായി നീ ജീവിക്കുമ്പോൾ നിന്നെ നിന്ദിക്കും, നിന്നെ പരിഹസിക്കും, നിന്നെ ദൂഷിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ എന്തു ചെയ്യണം? സഹിച്ചാൽ കൂടെ വാഴും. സ്തോത്രം. ഞാൻ പറയട്ടെ, വി ആർ സഫറേഴ്സ്. സഹിക്കുന്നവരാണ്. പ്രൈസ് ഗോഡ്. യേശുവിൻ്റെ നാമത്തെ പ്രതി സഹിക്കുന്നവരാണ്, ക്ഷമിക്കുന്നവരാണ്. സ്തോത്രം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ കഷ്ടത്തിലും എൻ്റെ വേദനയിലും എൻ്റെ പ്രയാസത്തിലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം എനിക്ക് ആലോചനക്കാരനായി കൂടെയുണ്ടെന്ന് എത്ര പേർ ഉറപ്പുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഭയപ്പെട്ട് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഞാൻ കഷ്ടത്തിൽ അകപ്പെട്ടാലും കഷ്ടത്തിൽ ഞാൻ നിലവിളിച്ചാൽ എൻ്റെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? കരുതുന്ന ഒരു ദൈവം. എൻ്റെ കഷ്ടങ്ങളിൽ എന്നെ ആശ്വസിപ്പിക്കുവാൻ ദൂരസ്ഥനല്ല, ആലോചനക്കാരനായി എന്നോട് കൂടെയുണ്ട്. ഇതുപോലെ കരുതുന്ന ഒരു ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചിട്ടുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ
പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീരല്ല, എന്റെ യേശുവിൻ കരങ്ങളില. വീഴുന്നത് തീരല്ല, എന്റെ യേശുവിൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടക്കുന്നതേശുവത്രേ ഞാനവൻ കരങ്ങളില. നടക്കുന്നതേശുവത്രേ ഞാനവൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. Praise God. Hallelujah. സ്തോത്രം. അപ്പോൾ ഈ നിലയിൽ ഒരു ദൈവ പൈതൽ നിൽക്കുമ്പോൾ അവൻ്റെ സഹായത്തിന് വേണ്ടി ദൈവം കൈകെട്ടിയിരിക്കത്തില്ല, ഇറങ്ങി വന്ന് വിട്ടുവയ്ക്കും. സ്തോത്രം. ആവശ്യമായിരിക്കുന്ന എല്ലാ വചനങ്ങളും തക്ക സമയത്ത് തന്ന് നടത്തും. അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? 8 വാക്യങ്ങളുള്ള സങ്കീർത്തനത്തിൻ്റെ അകത്ത് 6 പ്രാവശ്യം ദൈവം പരിപാലിക്കും, ദൈവം സൂക്ഷിക്കും എന്ന ഉറപ്പ് തരിക. സ്തോത്രം. സംശയം വേണ്ട കേട്ടോ, ഒരു സംശയവും വേണ്ട. ഈ ദൈവം പരിപാലിക്കും, ഈ ദൈവം സൂക്ഷിക്കും. സ്തോത്രം. വിശ്വസിക്കാൻ ഒരു ഹൃദയമുണ്ടെങ്കിൽ അവരെ പരിപാലിപ്പാൻ വിശ്വസ്തനായൊരു ദൈവം ഇന്നുമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ പരിപാലനം ഇന്ന് പകൽ വെളിപ്പെടട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നാം ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്നവരാ. ഉറപ്പുണ്ടോ? സ്തോത്രം. യൂദായുടെ ലേഖനം അതിൻ്റെ 1-ാം വാക്യമാതാ പറയുന്നത്. സ്തോത്രം. യൂദായുടെ ലേഖനം
യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. വിളിക്കപ്പെട്ട ജനത്തിന്റെ പ്രത്യേകത കണ്ടോ? ക്രിസ്തുവിനായിട്ട് സൂക്ഷിക്കപ്പെട്ടവരാ. സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹത്താൽ, പിതാവാൻ ദൈവത്തിന്റെ സ്നേഹത്താൽ. സ്തോത്രം. മനസ്സിലാക്കണമേ, പിതാവിന്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ എത്ര സുരക്ഷിതരാണ്. സ്തോത്രം. വി ആർ പ്രൊട്ടക്റ്റഡ്. സ്തോത്രം. ഹെവൻലി പ്രൊട്ടക്ഷൻ എനിക്കുണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? സ്തോത്രം. ഇന്ന് പകൽ ഉറപ്പാക്കിക്കൊള്ളണം. സ്തോത്രം. ആമേൻ. എനിക്കുണ്ട്, എൻ്റെ കുടുംബത്തിനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം, വിശ്വാസത്യാഗികളെ ന്യായവിധിക്കായിട്ട് സൂക്ഷിക്കുമ്പോൾ വിശ്വാസ മക്കളെ സ്തോത്രം കർത്താവ് യേശുക്രിസ്തുവിനായിട്ട് സൂക്ഷിക്കുക. സ്തോത്രം. എങ്ങനെയാ സൂക്ഷിക്കുന്നതെന്ന് 23-24 വാക്യങ്ങൾക്കകത്തുണ്ട്. 24-25 വാക്യങ്ങൾക്കകത്ത്. യൂദ വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. അപ്പോ വഴുവഴുപ്പുള്ള വീഴുന്ന അനുഭവങ്ങൾ, സ്തോത്രം, നമ്മെ തള്ളിയിടുന്ന, സ്തോത്രം, വീഴിക്കുന്ന ശക്തികളുള്ള ഒരു ലോകത്തിലാണെങ്കിലും വീഴാതവണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ദൈവം തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവമാ. സ്തോത്രം. ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവം, കളങ്കമില്ലാതെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുൻപേ ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതുപോലെ സൂക്ഷിച്ച് പരിപാലിച്ച് സ്തോത്രം അവന്റെ സന്നിധിയിൽ നിഷ്കളങ്കരായി എത്തിക്കുവാൻ ദൈവം സന്നദ്ധന. ആ ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ മനസ്സുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. ഒക്കെ വീഴാതെ വണ്ണം ദൈവം നമ്മെ സൂക്ഷിച്ച് നടത്തട്ടെ. 121 സങ്കീർത്തനത്തിന്റെ സ്തോത്രം, എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന് ചോദിക്കുന്ന സങ്കീർത്തനക്കാരൻ 1-2 വാക്യങ്ങൾക്കകത്ത് പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താൻ സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, കുന്നുകളിലും ഉയർന്ന സ്ഥലങ്ങളിലും പർവ്വതങ്ങളിലുമൊക്കെയാണ് സ്തോത്രം ഈ അസേര പ്രതിഷ്ഠകളും ബാലിൻ്റെ പ്രതിഷ്ഠകളും ആരാധനകളും എല്ലാം സ്തോത്രം അന്യാരാധനകളാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നിന്ന് വല്ലോ സഹായം വരുമോ? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറയട്ടെ, അവർക്കെല്ലാം പരിമിതിയുണ്ട്. സ്തോത്രം. അവർക്കൊക്കെ സഹായിക്കുന്നതിന് പരിമിതിയുണ്ട്. സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഒരു പക്ഷേ സ്തോത്രം, ഹല്ലേലൂയ, ഈ പർവ്വതങ്ങളിലേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു എന്ന് പറഞ്ഞത് സ്തോത്രം, ഹല്ലേലൂയ, ഹിസ്കിയ രാജാവിൻ്റെ കാലത്ത് സ്തോത്രം സൻഹേരിബ് ആക്രമിക്കാൻ വന്നത് സ്തോത്രം രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് കിടപ്പുണ്ട്, നമുക്കത് എടുക്കേണ്ട സമയമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആ സമയത്ത് സ്തോത്രം ശത്രു ഒരു പക്ഷേ ഹിസ്കിയാവിനെ വളഞ്ഞ് ഈ പർവ്വതങ്ങളിലായിരിക്കാം. സ്തോത്രം. ആമേൻ. താൻ വളരെ ഭാരപ്പെട്ട് സ്തോത്രം എനിക്ക് എവിടെ നിന്ന് സഹായം വരുമെന്ന് ചോദിക്കുന്ന സ്ഥാനത്ത് 2 അനുഭവങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ മൂന്നാമത് ഒരു കാര്യത്തോടെ അതിനകത്ത് ചേർത്ത് ചിന്തിക്കാം. സ്തോത്രം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും. സങ്കീർത്തനക്കാരൻ നോക്കുമ്പോൾ ഈ പർവ്വതം എത്രയോ വർഷങ്ങളായി, തലമുറകൾ കഴിഞ്ഞിട്ടും ഇതിനൊരു കുലുക്കവുമില്ലാതെ നിൽക്കുക. ഇതുപോലെ നിർത്തുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം ഒരു ഭയങ്കര ദൈവമല്ലേ. സ്തോത്രം. ഇതുപോലെ സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തെ ഭരിച്ചു നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ആ പർവ്വതത്തെ നോക്കുമ്പോൾ, പർവ്വതം എത്ര വലുതാണെങ്കിൽ പർവ്വതത്തെ സൃഷ്ടിച്ച ദൈവം എത്ര വലുതാണെന്നൊരു കാഴ്ചപ്പാടിലേക്ക് സങ്കീർത്തനക്കാരൻ മാറി. ഇന്ന് പകൽ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വെല്ലുവിളിക്കുന്ന വിഷയത്തിൻ്റെ വലിപ്പമല്ല നോക്കേണ്ടത്, പിന്നെയോ വെല്ലുവിളിക്കുന്ന വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ദൈവത്തിൻ്റെ വലിപ്പമൊന്ന് കാണുവാൻ ഇന്ന് പകൽക്കാലം എൻ്റെ കണ്ണുകളൊന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെയാണെങ്കിൽ നിന്റെ സകല ഭയങ്ങളും നിന്നെ വിട്ടുമാറും. അല്ലെങ്കിൽ യാത്രയുടെ യാമങ്ങളിൽ ഞെട്ടി എഴുന്നേൽക്കുന്ന ജീവിതമേ, ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് വ്യക്തമായി സംസാരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ നിന്റെ ഉറക്കത്തെ കെടുത്തിയിട്ടിരിക്കുന്ന നിന്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ, ആ വിഷയത്തെ നോക്കി നിന്റെ ഉറക്കം കെടാനല്ല, നിന്റെ സമാധാനം പോകാനല്ല, പർവ്വതത്തിൽ സ്തോത്രം നിന്നെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ടെങ്കിലും പർവ്വതത്തെ സൃഷ്ടിച്ച ദൈവം ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ വലിയവനാണ്.
ഇവിടെ ഇരിക്കുന്ന ഒരു കുടുംബത്തോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ഞെട്ടി എഴുന്നേൽക്കുന്ന അനുഭവങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ ചില വിഷയങ്ങളുമായി ഭാരപ്പെട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിന്റെ കരം നിന്റെ വിഷയത്തിന്റെ മേൽ ഒരു മാറ്റം വരത്തക്കവണ്ണം ജനത റിപന. ഓ ജീസസ്, ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. അത് നിന്നെ വിഷാദത്തിലേക്കും അത് നിന്നെ ഡിപ്രഷനിലേക്കും കൊണ്ടുപോകത്തക്കവണ്ണം പിശാച് ഒരുക്കിയിരിക്കുന്ന ഒരു തന്ത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ശാസിക്കത് എൻ്റെ ഉറക്കത്തെ കെടുത്തുന്ന പൈശാചിക ബന്ധനമേ എന്നെ വിട്ടുമാറ്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഓ ജീസസ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ 1-2 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ പറയുക സ്തോത്രം. ആ സങ്കീർത്തനക്കാരനുള്ള മറുപടിയാണ് 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം. അപ്പോൾ ഹിസ്കിയാവ് സ്തോത്രം സൻഹേരിബ് വന്ന് വെല്ലുവിളിച്ചപ്പോൾ താൻ ഭാരപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. റബ്ഷാക്കെ കൊണ്ടുവന്ന എഴുത്ത് തന്നെ കരയിപ്പിച്ചു, തന്നെ ഭയപ്പെടുത്തി. ആ എഴുത്തുമായിട്ട് 2 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യങ്ങളിൽ വരുമ്പോൾ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്ത് വാങ്ങി വായിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി. ഹിസ്കിയാവ് യഹോവയുടെ മുമ്പാകെ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ ഏതെങ്കിലും ഭാരപ്പെടുത്തുന്ന എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന് ചോദിച്ചുകൊണ്ട് സഹായം കിട്ടാതെ വണ്ണം പരിഹാരമില്ലാത്ത ഒരു വിഷയവുമായിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ തുറക്ക്. നിന്നെ വേദനിപ്പിച്ച, നിന്നെ മുറിപ്പെടുത്തിയ സ്തോത്രം, നിന്നെ തളർത്തിയ, ഉറക്കം കെടുത്തിയ ആ വിഷയത്തിൽ സ്തോത്രം ഇന്ന് പകൽ നിന്റെ ഹൃദയത്തെ ശോധന ചെയ്യുവാൻ കഴിവുള്ള ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ഇന്ന് പകൽ അതങ്ങ് തുറക്കവനൊന്ന് വായിക്കട്ടെ. അതിന്മേൽ അവൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടട്ടെ. 1-2 വാക്യങ്ങൾക്കകത്ത് സങ്കീർത്തനക്കാരൻ ഭാരപ്പെട്ടുവെങ്കിൽ, ഹിസ്കിയാവ് അതുപോലെ ഭാരപ്പെട്ടുവെങ്കിൽ, 3 മുതലുള്ള വാക്യങ്ങൾ സ്തോത്രം പ്രവാചകൻ കൊടുക്കുന്ന അരുളപ്പാടുകളാ ദൈവത്തിന്റെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ചെന്ന് സ്തോത്രം അവിടെ വിടർത്തി വായിച്ചു. സ്തോത്രം. യഹോവയുടെ മുൻപാകെ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, കെരൂബുകൾക്ക് മീതെ അധിവസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിൽ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. സൃഷ്ടാവാം ദൈവം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിങ്കൽ നിന്ന് വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പർവ്വത സമാനമായ വിഷയങ്ങളല്ല വലുത്. ഈ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി ഇന്നുവരെയും സൂക്ഷിക്കുന്ന ദൈവമാണ് വലുത്. ആ ഒരു കാഴ്ചപ്പാടിൽ സ്തോത്രം പ്രാർത്ഥിക്കുക. സ്തോത്രം. 20-ാം വാക്യം വായിക്കുമ്പോൾ 2 രാജാക്കന്മാർ. ആമോസിന്റെ മകനായ യെശയ്യാവ് ഹിസ്കിയാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ അശൂർ രാജാവായ സൻഹേരീബിൻ നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടു. അവനെ കുറിച്ച് യഹോവ അരുളി ചെയ്ത വചനമാവിത്: സിയോൻ പുത്രിയായ കനിക നിന്നെ നിന്ദിച്ച് പരിഹസിക്കുന്നു, യെരൂശലേം പുത്രി നിന്റെ പിന്നാലെ തല ഉലുക്കുന്നു. 32-ാം വാക്യം വായിച്ചാൽ മതി, സമയമില്ല. അതുകൊണ്ട് യഹോവ അശൂർ രാജാവിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു. സ്തോത്രം. ഹിസ്കിയാവിനെ കരയിച്ച വിഷയമാണ്, അവനെ ഭാരപ്പെടുത്തിയ വിഷയമാണ്. സ്തോത്രം. ആ എഴുത്ത് വിടർത്തി ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്ന് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവമേ, സ്തോത്രം, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. എന്ത് സംഭവിച്ചു? അതുകൊണ്ട് യഹോവ അശൂർ രാജാവിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല, ഒരമ്പ് അവിടെ ഏൽക്കയില്ല, അതിന്റെ നേരെ പരിചയോട് കൂടെ വരികയില്ല, അതിനെതിരെ വാട കോരുകയുമില്ല. അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും. പ്രൈസ് ഗോഡ്. അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും. ഈ നഗരത്തിലേക്ക് വരത്തില്ല. സ്തോത്രം. ദൈവം നിന്നെ കരയിച്ച വിഷയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ ഇതുപോലെ മടക്കി അയക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് നീ ഭാരപ്പെട്ടിരിക്കാനല്ല, നീ വേദനിച്ചിരിക്കാൻ, നിനക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടങ്ങളെ വരുത്തിയ പൈശാചിക ശക്തികളെ മടക്കി അയക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. ഇന്ന് പകൽ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ തുറന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ കരയിപ്പിച്ച വിഷയം, നിനക്ക് നഷ്ടം വരുത്തിയ വിഷയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച പൈശാചിക ശക്തികളെ ഹല്ലേലൂയ ഹിസ്കിയാവിനു വേണ്ടി മടക്കി അയച്ചതുപോലെ ഇന്ന് പകൽ സൃഷ്ടാവാം ദൈവം മടക്കി അയക്കത്തക്കവണ്ണം ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ഓ ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ.
സ്തോത്രം. 3 121 സങ്കീർത്തനം 3-ാം വാക്യം. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സ്തോത്രം. ദൈവം ഉറപ്പ് കൊടുക്കുക. സ്തോത്രം. സൃഷ്ടാവാം ദൈവം, സ്തോത്രം, എൻ്റെ വിഷയങ്ങൾക്ക്, ഞാൻ ഭാരപ്പെട്ട വിഷയത്തിന് കരുതൽ തരുവാൻ മതിയായ ദൈവമെന്നുള്ള കാഴ്ചപ്പാടിലേക്ക് വന്നപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം എന്ത് ചെയ്യാന്നറിയാമോ? ഓരോ വിഷയത്തിനും മറുപടി കൊടുക്കുക. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ, ജീവനുള്ള ദൈവം, സൃഷ്ടാവാം ദൈവം ഒരുവൻ മാത്രം. സ്തോത്രം. യേശു മുഖാന്തരമാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം മുതൽ വായിക്കാം. കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ, സ്വർഗത്തിലുള്ളതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങൾ ആകട്ടെ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശുവിനെ ഒഴിവാക്കിക്കൊണ്ടില്ല കേട്ടോ. നമ്മുടെ ദൈവം സൃഷ്ടാവാം ദൈവമാണെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? അവൻ മുഖാന്തരം സകലതും ഉളവായി എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നുവെങ്കിൽ, ആദിയിലുണ്ടായിരുന്ന വചനം, ദൈവത്തോടു കൂടെയായിരുന്ന വചനം, ദൈവമാകുന്ന വചനം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, മുഴങ്ങിക്കേൾക്കുന്ന ദൈവശബ്ദം ഉളവാക്കേണ്ടതിന് ഉളവാക്കും, ഇല്ലായ്മയാക്കേണ്ടതിന് ഇല്ലായ്മയാക്കും. നമ്മുടെ ദൈവം സൃഷ്ടാവാം ദൈവമാണ്. ആ ദൈവമാണ്, സ്തോത്രം, ഉറപ്പ് കൊടുക്കുന്നത്, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സ്തോത്രം. എപ്പോഴാ കാല് വഴുതുന്നത്? സ്തോത്രം. ക്ഷീണം വരുമ്പോൾ, സ്തോത്രം, ബലഹീനത വരുമ്പോൾ, സ്തോത്രം, അല്ലേ, കാല് വഴുതും. സ്തോത്രം. അപ്പോ ആ സങ്കീർത്തനക്കാരൻ്റെ കാല് വഴുതാൻ സമ്മതിക്കാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷേ നമ്മുടെ കാലം എന്ത് ചെയ്യരുത്? ദൈവിക വിഷയങ്ങളിൽ വഴുതിപ്പോകരുത്. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ, ഞാനൊരു തീരുമാനമെടുത്തു, ഞാൻ ഇവിടെ നിൽക്കും. സ്തോത്രം. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തീരുമാനം അങ്ങ് മാറ്റി, ഞാൻ താഴോട്ടിറങ്ങി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ, ഞാനും നിങ്ങളും എടുത്ത ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ നമ്മൾ വഴുതിപ്പോയി. ഞാൻ പറയട്ടെ, ദൈവസന്നദ്ധിയിൽ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ നിന്റെ കാൽ വഴുതാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ദാനിയേൽ 1-ാം അധ്യായത്തിൻ്റെ അകത്തൊരു തീരുമാനമെടുത്തു. രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കത്തില്ല. 1-ാം അധ്യായത്തിൽ എടുത്ത തീരുമാനം 12-ാം അധ്യായത്തിൽ നിലനിന്നു. അതുകൊണ്ട് 12-ാം അധ്യായം വെളിപ്പെട്ടിട്ട് അവസാനം അവൻ്റെ മരണത്തിന് മുമ്പ് പറഞ്ഞു, ദാനിയേലേ, നീ പോയിക്കൊള്ളുക, പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. സ്തോത്രം. ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നമ്മുടെ കാൽ വഴുതാതെ വണ്ണം നമ്മെ സൂക്ഷിക്കണമെങ്കിൽ നാം എടുത്ത തീരുമാനത്തിൽ നിന്ന് വഴുതിപ്പോയിട്ടുണ്ടോ എന്നൊന്ന് ശോധന ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ എടുത്ത തീരുമാനത്തിൽ, ദൈവസന്നദ്ധിയിൽ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് വഴുതിപ്പോയിട്ടുണ്ടെങ്കിൽ മടങ്ങിവ. അതെ കർത്താവേ, ഞാൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഇന്ന് പകൽ ഞാൻ തീരുമാനിക്കുകയാണ്. ഇല്ല, സ്തോത്രം, ദൈവത്തെ പ്രതി, സ്തോത്രം, ദൈവനാമത്തിൽ ഞാൻ എടുത്ത ആ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകത്തില്ല. ഞാൻ പറയട്ടെ, നിന്റെ ജീവിതയാത്രയിൽ നിന്റെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. 2, 3, 4 വാക്യങ്ങൾ. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങത്തില്ല, ഉറങ്ങത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കാര്യം, സ്തോത്രം, നമ്മുടെ ദൈവത്തിന് ഉറങ്ങത്തില്ല, മയങ്ങത്തില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം മയങ്ങിയിട്ടുണ്ടെന്നൊന്ന് ശോധന ചെയ്യണം. കർത്താവായ യേശു ക്രിസ്തു താൻ സ്നേഹിച്ച ശിഷ്യന്മാരോട് പറഞ്ഞു, ഗെത്സമനയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ 1 നാഴിക എന്നോടുകൂടെ ഉണർന്നിരിക്കണം. സ്തോത്രം. അവർക്ക് ഇരിക്കാൻ പറ്റിയില്ല. പ്രൈസ് ഗോഡ്. അതെന്തിനെ കാണിക്കുന്നു? എടുത്ത തീരുമാനം പ്രാവർത്തികമാക്കാൻ പറ്റിയില്ല. നമ്മുടെ ജീവിതത്തിൽ, ആത്മീയത്തിൽ എല്ലാ വർഷത്തിൻ്റെയും ആരംഭം
നമ്മൾ ഒത്തിരി തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. 2015 ജാനുവരി മാസം 1-ാം തീയതി എത്രയോ തീരുമാനങ്ങൾ എടുത്തു. നടപ്പാകാത്ത കിടക്കുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, എടുത്ത തീരുമാനം നടപ്പായിട്ടില്ലെങ്കിൽ സ്തോത്രം, അവിടെ മയക്കം പിടിച്ചു കിടക്കുകയാണ്, ഉറങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവം ഒരു കാര്യം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കത്തക്കവണ്ണം അവൻ മയങ്ങത്തുമില്ല, അവൻ ഉറങ്ങത്തുമില്ല. എനിക്ക് വേണ്ടി കാര്യങ്ങളെ നിർവഹിക്കുന്ന, ഇതുപോലെ നിർവഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഞാനും എടുത്ത തീരുമാനം പൂർത്തീകരിക്കത്തക്കവണ്ണം എന്തു വില കൊടുത്തും നിൽക്കുവാൻ എനിക്ക് മനസ്സുണ്ടെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്ത വാക്യം 5-6 വാക്യങ്ങൾ. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഈ ഭൂമിയിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ആ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ നമ്മെ ബാധിക്കുന്ന അനേക കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട് നെഗറ്റീവായിട്ട്. അത് നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ സന്തോഷത്തെ, നമ്മുടെ സമാധാനത്തെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ ശുശ്രൂഷയെ എല്ലാ വിധത്തിലും ബാധിക്കുന്ന ശക്തികൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും. മുമ്പോട്ട് പോയാൽ പ്രശ്നം, പിറകോട്ട് പോയാൽ പ്രശ്നം, സ്തോത്രം, ഇടത്തോട്ട് പോയാൽ പ്രശ്നം, വലത്തോട്ട് പോയാൽ പ്രശ്നം. പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ല. സ്തോത്രം, ഹല്ലേലൂയ. നോക്കണമേ, സ്തോത്രം. പിശാചിന്റെ പരിപാടി എന്താണെന്നറിയാമോ? സ്തോത്രം, ഭക്തന്മാർ എടുക്കുന്ന തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കാതെ വണ്ണം അവരെ ബാധിക്കുക എന്നുള്ള. സ്തോത്രം. ഏലിയാവിൻ്റെ കൈമുതൽ എന്നാന്നറിയാമോ? സ്തോത്രം, ധൈര്യമാണ്. ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലാൻ ധൈര്യം. പ്രൈസ് ഗോഡ്, ധൈര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. സ്തോത്രം. ഒരു സാമാന്യ ധൈര്യം പോരാ. സ്തോത്രം, അസാമാന്യ ധൈര്യം വേണം. 400 ബാലിൻ്റെയും 450 അശേരയുടെയും പ്രതിഷ്ഠ പ്രവാചകന്മാരെ 850 പേരെ വെല്ലുവിളിക്കണമെങ്കിൽ ധൈര്യം വേണം. ആ ധൈര്യത്തെ ബാധിക്കത്തക്കവണ്ണം ഈസബേലിൻ്റെ ഒരൊറ്റ വാക്കിൻ്റെ പുറത്ത് ചൂരച്ചെടിയുടെ ചവിട്ട് പോയി കിടന്നിട്ട് പറഞ്ഞു, മരിച്ചാൽ മതി. ദൈവമക്കളെ, എത്ര ശക്തന്മാരാണെങ്കിലും എന്നെ നിങ്ങളെ ബാധിക്കുന്ന ഒരു ലോകത്തിലാണ് സ്തോത്രം നാം നിൽക്കുന്നത്. എന്തിന്? നമ്മുടെ ശുശ്രൂഷകളെ തകർക്കുവാൻ, നമ്മുടെ കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടതുപോലെ ചെയ്തെടുക്കുവാൻ കഴിയാതെ വണ്ണം ബാധിക്കുന്ന ശക്തികളുണ്ടെങ്കിലും ആ ബാധകളൊന്നും ഏശാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പറയട്ടെ, ആ ചൂരച്ചെടിയുടെ ചോട്ടിൽ കിടന്ന് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ സ്ഥാനത്ത് സ്വർഗം അടങ്ങിയിരുന്നില്ല. സ്വർഗം ആ ചൂരച്ചെടിയുടെ ചോട്ടിലേക്ക് ഇറങ്ങി വന്ന് ഏലിയാവിനെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് 40 ദിവസം ഓടിച്ച് ഹോരേബിൽ കൊണ്ടെത്തിച്ച് തുടർന്നുള്ള ശുശ്രൂഷകൾ ചെയ്യിച്ച ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ സ്വതന്ത്രം ഇന്ന് പകൽ പറ, നീ കൈമുതലാക്കിയിരിക്കുന്ന ചില വിഷയങ്ങളെ ബാധിക്കത്തക്കവണ്ണം ചൂടാ ദൗടാ ശകര ജനത ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ നിന്റെ ആരോഗ്യമായിരിക്കാം, ഒരുപക്ഷെ നിന്റെ ശുശ്രൂഷയായിരിക്കാം, ഒരുപക്ഷെ നിന്റെ സമാധാനമായിരിക്കാം, ഒരുപക്ഷെ നിന്റെ വിശ്വാസമായിരിക്കാം, ഒരുപക്ഷെ നിന്റെ പ്രതിഷ്ഠയായിരിക്കാം. അതിനെ ബാധിക്കത്തക്കവണ്ണം നിൽക്കുന്ന ചില പൈശാചിക ശക്തികൾ ഇന്ന് പകൽ വിട്ടുമാറ്. പറ പറ പറ, അവിടെ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ചൂരച്ചെടിയുടെ ചുവട്ടിൽ തീരാനല്ല ദൈവം എന്നെ വിളിച്ചിറക്കിയത്, ദൈവം എൻ്റെ മേൽ അഭിഷേകം പകർന്നത്, ദൈവം എനിക്ക് ധൈര്യം തന്നത്. ഏലിയാവേ, ചൂരച്ചെടിയുടെ ചുവട്ടിൽ തീരാനല്ല, നിന്നെ കരയിപ്പിക്കുന്ന വിഷയത്തിൽ നീ തീരാനല്ല, അതിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. മോശയുടെ ഏറ്റവും വലിയ കൈമുതൽ എന്നായിരുന്നറിയോ? സൗമ്യത. ഭൂതലത്തിലൊക്കെയും വെച്ച ഏറ്റവും സൗമ്യനായ മനുഷ്യൻ. പക്ഷെ ഇസ്രായേൽ ജനം കലഹിച്ചു കഴിഞ്ഞപ്പോൾ പാറയാണ് എന്ത് ചെയ്തു? ദേഷ്യം വന്നിട്ട് അടിച്ചു. ചെയ്യരുതാത്തത് ചെയ്യിക്കുന്ന സ്തോത്രം ഇതുപോലെ ബാധിക്കുന്ന ശക്തികളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം. എന്തിന്? നമ്മുടെ വിരുത് തെറ്റിക്കാൻ നിൽക്കുന്ന ശക്തികൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ സ്തോത്രം അതിന്മേൽ ജയമെടുക്കുവാൻ ഇന്ന് പകൽക്കാലം നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വിശ്വാസികളുടെ പിതാവ് അബ്രഹാം സ്തോത്രം ദേശത്തെ ക്ഷാമം വന്നപ്പോൾ അബ്രഹാം എന്ത് ചെയ്യുന്നു? വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്നാൽ പോരായിരുന്നു. മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. സ്തോത്രം.
ദൈവമക്കളെ, ഏതാ കൈമുതലായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ക്ഷീണിപ്പിക്കത്തക്കവണ്ണം, ക്ഷയിപ്പിക്കത്തക്കവണ്ണം ബാധിക്കുന്ന ശക്തികളുണ്ടെങ്കിലും അവിടെ നിന്ന് നിന്നെ മടക്കി കൊണ്ടുവന്ന് നിന്റെ യാത്രയെ സഫലമാക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് ഇന്ന് പകൽ മനസ്സിലാക്കിക്കൊള്ളണം. നീ താഴെ പോയി കിടക്കാനല്ല. അബ്രഹാമിനെ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിപ്പോയ സ്ഥാനത്ത് അവനെ വിളിച്ചു മടക്കി വരുത്തിയ ദൈവം ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. ചില അവസ്ഥകളിൽ, ചില അനുഭവങ്ങളിൽ നീ താഴെ പോയെങ്കിലും ഇന്ന് പകൽ ഭാരപ്പെടരുത്, നിന്നെ പൊക്കിയെടുക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഞാൻ പറയട്ടെ, ഇതുപോലെ നിന്നെ ചുറ്റുന്ന സ്തോത്രം ബാധിക്കുന്ന വിഷയങ്ങൾ, പ്രതികൂലമായി ബാധിക്കുന്ന സകല വിഷയങ്ങളും കിടക്കുന്നതിൻ്റെ നടുവിൽ ദൈവം എന്നെ സൂക്ഷിക്കുന്നേ. സ്തോത്രം. അത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല. പകൽ സൂര്യൻ, രാത്രി ചന്ദ്രൻ. സ്തോത്രം അല്ലേ? ചന്ദ്രരോഗം എന്ന് പറയുന്ന സ്തോത്രം ലാറ്റിൻ ഭാഷയിൽ ചന്ദ്രന് ലൂണാർ എന്നാ പറയുന്നത്. സ്തോത്രം. അതാ ലുണാറ്റിക് സ്തോത്രം എന്ന് പറയുന്ന രോഗം, ചന്ദ്രരോഗം, ചന്ദ്രൻ ബാധിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നിന്നെ ബാധിക്കുവാൻ നിൽക്കുമ്പോൾ 91-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം പറയുന്നു, രാത്രിയിലെ ഭയത്തെ, പകൽ പറക്കുന്ന അസ്ത്രത്തെ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല, എനിക്ക് പേടിപ്പാനില്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്? രാത്രിയിലെ ഭയത്തെ എനിക്ക് പേടിക്കാനില്ല, പകൽ പറക്കുന്ന അസ്ത്രത്തെ പേടിക്കാനില്ല, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ പേടിക്കാനില്ല. ഒരു ബാധയും എൻ്റെ കൂടാരത്തോട് അടുക്കത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തോട് അടുക്കത്തില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ബാധിക്കാതെ വണ്ണം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സൃഷ്ടാവാം ദൈവമുണ്ട്. മറ്റാരുമല്ല. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എന്നെ വീണ്ടെടുത്ത് എന്നെ സൂക്ഷിക്കുന്ന യേശു. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു ബാധയും എന്റെ കൂടാരത്തോട് അടുക്കത്തില്ല. നിന്റെ വശത്ത് 1000 പേർ വീഴും, നിന്റെ വലത്തുവശത്ത് 10,000 പേർ വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരത്തില്ല. ജീസസ്. ഹല്ലേലൂയ. ഇതുപോലെ പരിപാലിച്ച് നടത്തുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഒരിക്കൽ കൂടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാൻ. അടുത്ത വാക്യം, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. പ്രവാചകൻ പറയുകയാണ്, യെശയ്യാവ് 27 3-ാം വാക്യം 6-ാം വാക്യം. യഹോവയായി ഞാൻ അതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. ഇതുപോലെ സൂക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. 6-ാം വാക്യോടെ വായിച്ചാട്ടെ. വരും കാലത്ത് യാക്കോബ് വേരൂന്നുകയും. എന്തിനാ നിന്നെ സൂക്ഷിക്കുന്നതെന്നറിയാമോ? വരും കാലത്ത് യാക്കോബ് വേരൂന്നണം, ഇസ്രായേൽ തളിർത്ത് പൂക്കുകയും അങ്ങനെ ഭൂതലത്തിന്റെ ഉപരിഭാഗം ഫലപൂർണ്ണമാകുകയും ചെയ്യും. ഞാൻ നിങ്ങളും ഫലം കൊടുക്കുന്നവരായി ഈ ഉപരിതലത്തിൽ, ഈ ഭൂമിയുടെ പരപ്പിൽ നിർത്താനാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ദോഷവും തട്ടാതെ വണ്ണം എന്നെ പരിപാലിക്കുന്നതിന് എൻ്റെ ദൈവത്തിന് ഈ ഭൂമിയിൽ വലിയ ഉദ്ദേശമുണ്ടെന്ന് തിരിച്ചറിയുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ടാണ് 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവ് വിശ്വസ്തൻ, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം എന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദോഷം തട്ടുന്ന മേഖലകളിൽ ഏതെല്ലാമാ? സ്തോത്രം. ദോഷം തട്ടാതെ പരിപാലിക്കുന്നു നമ്മൾ വായിച്ചത്. സ്തോത്രം. 8-ാം വാക്യത്തിന്റെ സ്തോത്രം 7-ാം വാക്യത്തിന്റെ അകത്ത് നമ്മൾ വായിച്ചത് 124. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നമ്മെ സൂക്ഷിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദോഷങ്ങൾ വരുന്ന മേഖലകൾ, ഒന്നാമത് നാം പാർക്കുന്ന ഭവനം തന്നെ, നാം വസിക്കുന്ന വീട്ടിനകത്ത് ദോഷം ചെയ്യുന്നവരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബ് ഒരിക്കൽ ലാബാന്റെ ഭവനത്തിൽ ചെന്ന് താമസിച്ചു. അവിടെ തൻ്റെ ഭാര്യമാർക്ക് വേണ്ടി 20 വർഷക്കാലം സ്തോത്രം ആടിനെ നോക്കി. പക്ഷെ അതിൻ്റെ ഇടയിൽ 10 പ്രാവശ്യം പ്രതിഫലം അടിച്ചു മാറ്റി. സ്തോത്രം. ദോഷം ചെയ്യുന്നവനുണ്ടോ? പ്രൈസ് ഗോഡ്. വീട്ടിൻ്റെ അകത്ത് തന്നെ നന്മകളെ അടിച്ചു മാറ്റി. സ്തോത്രം. വീണ്ടും ഇവൻ അവിടെ നിന്ന് യാക്കോബ് പുറപ്പെട്ടു പോന്നപ്പോൾ ആ നന്മകളെ കവർന്നെടുക്കാൻ അവൻ്റെ പിന്നാലെ വരുന്ന മറ്റാരുമല്ല, അമ്മായിയപ്പൻ. സ്തോത്രം. കുടുംബത്തിൻ്റെ അകത്ത് നിന്ന്. സ്തോത്രം. ദൈവമക്കളെ, കുടുംബത്തിൻ്റെ അകത്ത് തന്നെ ദോഷം നിരൂപിക്കുന്നവരുണ്ട്, ദോഷം ചെയ്യുന്നവരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കണ്ണുമടച്ച് വിശ്വസിക്കരുതേ. നിനക്കെതിരായി നോക്കുന്ന ദുഷ്ടനോട്ടങ്ങളുണ്ട്. നിന്റെ പോക്കിനെയും വരവിനെയും ഇഷ്ടപ്പെടാത്തതുണ്ട്. നിന്റെ ഹല്ലേലൂയ ഉയർച്ച ഇഷ്ടപ്പെടാത്തതുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. യോസഫ് എവിടെന്നാ ദോഷം വന്നത്?
ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ എൻഡിൽ എഴുതി വെച്ചു. ഇതിൻ്റെ അവസാനത്തെ റിസൾട്ടായിട്ട് 50-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൻ്റെ അകത്ത് തൻ്റെ എല്ലാ സഹോദരന്മാരെ നോക്കിയിട്ട് യോസേഫ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. എവിടെന്നാ? സ്വന്തം ബ്ലഡാ. സ്തോത്രം. ഒരപ്പൻ്റെ മക്കളാ. സ്തോത്രം. നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഒന്നാമത് ദോഷം ചെയ്യുന്നത് കുടുംബത്തിൻ്റെ അകത്തുള്ളവരാണ്. അവരാഭിചാരം ചെയ്യും, കൂടോത്രം ചെയ്യും, മന്ത്രം എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ചെയ്യുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നതെങ്കിൽ മനസ്സിലാക്കണം, എൻ്റെ ദൈവം പറയുക, നിനക്കൊരു ദോഷവും തട്ടാതെ വണ്ണം അവരുടെ നടുവിൽ ഞാൻ യോസേഫിനെ സൂക്ഷിച്ചതുപോലെ സൂക്ഷിക്കും. ഇന്ന് പകൽക്കാലം കുടുംബത്തിനകത്തു നിന്നുള്ള ചില ആഭിചാര ദോഷ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറ്. ചൂടാദൗടാശകര ജലധര തലമുറ അനുഗ്രഹം പ്രാപിക്കാതെ വണ്ണം അവരുടെ വിദ്യാഭ്യാസത്തെ തകർക്കുന്ന, ആരോഗ്യത്തെ തകർക്കുന്ന, കുടുംബ ബന്ധത്തെ തകർക്കുന്ന ചില ആഭിചാര ബന്ധനങ്ങൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില കുടുംബങ്ങളെ വിട്ടുമാറ്. രക്തം ജയം. ശക്തമായി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ വേട്ടയാടിയ ചില പൈശാചിക ബന്ധനങ്ങൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ വിട്ടുമാറിയേ പറ്റത്തുള്ളൂ. ചില കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ, ചില ജീവിതങ്ങൾ സ്വതന്ത്രമാകട്ടെ. ചൂടാദൗടാശകര ജരത റിഗന ഹതര ജുഗര യേശുവിന്റെ നാമത്തിൽ രക്തം ജയം. ഹല്ലേലൂയ. സ്തോത്രം. മീഖ പ്രവചനം 7-ാം അധ്യായം 6-7 വാക്യങ്ങൾ. മകൻ അപ്പനെ നിന്ദിക്കുന്നു, മകൾ അമ്മയോടും മരുമകൾ അമ്മാവിയമ്മയോടും എതിർത്ത് നിൽക്കുന്നു. മനുഷ്യന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെ. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. ഞാനോ, സ്തോത്രം, ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കണമെങ്കിൽ ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. നീ ദോഷം ചെയ്യാതെ ഒരു യോസേഫിനെ പോലെ നിന്നു കൊടുത്താൽ ഞാൻ പറയട്ടെ, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ എല്ലാവരും ദോഷം ചെയ്താലും അത് നിനക്ക് ഗുണമായി എൻ്റെ ദൈവം എഴുതി ചേർക്കും. ആത്യന്തികമായി യോസേഫിന്റെ ജീവിതത്തിൽ ഫറവോന്റെ 2-ാം സ്ഥാനത്ത് എത്തിച്ചത് സഹോദരന്മാർ ദോഷം നിരൂപിച്ചതുകൊണ്ടാണ്. അവന്റെ ജീവിതത്തിൽ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് എത്താനുള്ള വഴികൾ തുറന്നത് അവര് സ്തോത്രം ദോഷം നിരൂപിച്ചതുകൊണ്ടാണ്. ഇന്ന് പകൽ അതുകൊണ്ട് ദൈവമക്കളെ സ്തോത്രം, നിനക്കെതിരായി ദോഷം നിരൂപിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, നിന്റെ ഉയർച്ചയുടെ പടവുകളാണ്. ചവിട്ടി കയറിക്കോ ധൈര്യത്തോടെ. നീ ഒറ്റയ്ക്കല്ല, നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്നെ ബലപ്പെടുത്തുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. ആലോചന തരുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. അത് നിന്നെ സ്തോത്രം എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കത്തക്കവണ്ണമുള്ള ചവിട്ടുപടികളാണെന്ന് ഇന്ന് പകൽ മനസ്സിലാക്കിക്കൊള്ളണം. ഓ ജീസസ്, ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞാൻ ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, ബ്രോക്കൺനെസ് ഇസ് ഫോർ എ പീരിയഡ് ഓൺലി, ബട്ട് സ്തോത്രം അത് പണിതെടുക്കുന്ന അനുഭവങ്ങൾ സ്തോത്രം ശാശ്വതമായിട്ട് നിലനിൽക്കും. സ്തോത്രം. ദ റിസൾട്ട് ഓഫ് ദാറ്റ് ഫോർ എ ലൈഫ് ടൈം. സ്തോത്രം. അപ്പോൾ ബ്രോക്കൺനെസ് ഈസ് ഫോർ എ ഷോർട്ട് ടൈം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർച്ച താൽക്കാലികമാണ്. സ്തോത്രം. പക്ഷെ അതിൻ്റെ റിസൾട്ട് ജീവകാലം മുഴുവൻ നിൽക്കും. സ്തോത്രം. The effect of that brokenness is for a lifetime. സ്തോത്രം. ഒരു ജീവിതകാലം. ഇല്ല, യോസഫിൻ്റെ ഒന്ന് നോക്കി, 13 വർഷമേ അവൻ്റെ ബ്രോക്കൺനെസ് നിന്നുള്ളൂ. പക്ഷേ ബാക്കിയുള്ള സമയം മുഴുവൻ മരിക്കുന്നത് വരെ ഫറവോന്റെ 2-ാം സ്ഥാനത്ത് അവൻ നിന്നു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന കഷ്ടങ്ങളും നീ അനുഭവിക്കുന്ന വേദനകളും നീ അനുഭവിക്കുന്ന തകർച്ചകളും സ്തോത്രം ഫോർ എ ഷോർട്ട് ടൈം, അല്പസമയത്തേക്ക്, കുറച്ചു കാലത്തേക്ക്. എന്നാൽ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന അനുഭവങ്ങൾ ഒരു ലൈഫ് ടൈം മുഴുവൻ നിൽക്കും. നിന്റെ ജീവിതകാലം മുഴുവൻ നിന്നെ സന്തോഷിപ്പിക്കത്തക്കവണ്ണം, നിന്നെ ഉയർത്തത്തക്കവണ്ണം, നിന്നെ മാനിക്കത്തക്കവണ്ണമുള്ള അനുഭവങ്ങളാക്കി യോസേഫിന്റെ ദൈവം അവന്റെ ജീവിതത്തിൽ ചെയ്തെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ അകത്തുനിന്ന് തന്നെ
നിനക്കെതിരായി വരുന്ന ദോഷങ്ങളെ എൻ്റെ ദൈവം മാറ്റി എഴുതിക്കൊണ്ട് അതിന് ഗുണമായി എന്നേക്കും നിലനിൽക്കത്തക്കവണ്ണം അനുഭവമാക്കി മാറ്റുന്ന ഒരു ദൈവകൃപ ഇന്ന് പകൽ എനിക്ക് വേണ്ടി വ്യാപരിക്കണമേ. Praise God. 2, സ്തോത്രം. ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നീ ദൈവം തന്നിരിക്കുന്ന പ്രവർത്തന മേഖല, അവിടെ സ്തോത്രം നിനക്കെന്തുണ്ട്? എല്ലാം അനുകൂലമായിരിക്കത്തില്ല. ദോഷം ചെയ്യുന്നവരുണ്ട്. സ്തോത്രം. ഒരിക്കൽ ശൗല് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദാവീദിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 1 ശമൂവേൽ 24 അധ്യായം അതിൻ്റെ 17 വാക്യം. 1 ശമൂവേൽ 24 അധ്യായം 17 വാക്യം. ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടിട്ട് യഹോവയോട്, ഞാനല്ലോ പാപം ചെയ്തത്, ഞാനല്ലോ കുറ്റം ചെയ്തത്, ഈ ആടുകൾ എന്ത് ചെയ്തു? നിന്റെ കൈ എനിക്കും എന്റെ പിതൃഭവനത്തിന് 24 അധ്യായം 17 വാക്യം. പിന്നെ അവൻ ദാവീദിനോട് പറഞ്ഞത്, നീ എന്നേക്കാൾ നീതിമാൻ, ഞാൻ നിനക്ക് തിന്മ ചെയ്തതിന് നീ എനിക്ക് നന്മ പകരം ചെയ്തിരിക്കുന്നു. ശൗൽ എന്താ ചെയ്തത്? ദാവീദിനെതിരായിട്ട് തിന്മയാ ചെയ്തത്. സ്തോത്രം. അവനെ പ്രവർത്തിക്കുവാൻ അനുവദിക്കാതെ വണ്ണം തിന്മ ചെയ്ത ശൗല്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ശൗലിൻ്റെ കയ്യിലുള്ള കുന്തം ഏത് സമയത്തും ആരുടെ നേരെയാണ് ചാണ്ടിക്കൊണ്ടിരിക്കുന്നത്? ദാവീദിൻ്റെ നേരെയാണ്. പക്ഷെ യെശയ്യാവ് 54 പറയുന്നു, 17 തോന്നുന്നു, നിനക്കെതിരായിട്ടുണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. സ്തോത്രം. ശൗല് കുന്തം പിടിച്ചുകൊണ്ട് നിന്നോട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ ആലോചന കിടക്കുന്നുണ്ട്. ദാവീദേ, നിനക്കെതിരായി ഒരായുധവും ഉണ്ടാക്കുന്ന ഒരായുധവും ശത്രുവിൻ്റെ ഫലിക്കത്തില്ല. അങ്ങനെയാണെ പറ, നിന്നെ വേദനിപ്പിക്കത്തക്കവണ്ണം, നിന്നെ തകർക്കത്തക്കവണ്ണം ഇതുപോലെ ചില കുന്തങ്ങൾ ചാണ്ടുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തോടെ പറ, ദൈവം എനിക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. എനിക്കെതിരായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ഒരായുധവും ഫലിക്കത്തില്ല. ശത്രുവിന്റെ ആയുധങ്ങളെ നശിപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപ എനിക്ക് വേണ്ടി വ്യാപരിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കും? കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ. 3, പൈശാചിക തന്ത്രങ്ങളിൽ നിന്നുള്ള ദോഷം. സ്തോത്രം. 1 പത്രോസ് 5 അധ്യായം അതിൻ്റെ 8 വാക്യം വായിക്കുമ്പോൾ, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. സിംഹമല്ല, സിംഹം എന്ന പോലെ തന്ത്രമാണ്. സ്തോത്രം. പക്ഷെ അത് മതി നമ്മൾ പേടിക്കാനായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. സ്തോത്രം. ഹല്ലേലൂയ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ യേശു എനിക്ക് അധികാരം തന്നിട്ടുണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. വെറുതെയല്ല പൗലോസിന്റെ കൈമേൽ ചുറ്റിയ അണലിയെ, സ്തോത്രം, ഒരു ദോഷവും തട്ടാതെ വണ്ണം അതിനെ കുടഞ്ഞ തീയിലേക്ക് എറിഞ്ഞു കളയുവാൻ അവന്റെ മേൽ പകരപ്പെട്ട ദൈവശക്തി ഇന്ന് പകൽ ദൈവ പൈതല് നിനക്ക് ദോഷം ചെയ്യത്തക്കവണ്ണം ഇതുപോലെ ചില ശക്തികൾ കടന്നു വന്നാലും സർവശക്തനായ ദൈവം എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. സിംഹത്തിന്റെ മേലും അണലിയുടെ മേലും ചവിട്ടുവാൻ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ, മുന്നിൽ കൂടെ വന്നാലും പിന്നിൽ കൂടെ ആക്രമിച്ചാലും ഒരുപോലെ കൈകാര്യം ചെയ്യുവാനുള്ള അധികാരം എന്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. സ്തോത്രം. നാമായിരിക്കുന്ന മണ്ഡലങ്ങളിൽ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ നമുക്ക് അനുകൂലമല്ല. എല്ലാവരും പ്രൈസ് ഗോഡ്. എല്ലാ ചിരിക്കുന്ന ചിരിയിലും ആത്മാർത്ഥത ഉണ്ടാകണമെന്നില്ല. 124 സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങി കളയുമായിരുന്നു. 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ,
അവൻ അവരുടെ പല്ലിനിരയായി കൊടുക്കായകയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദോഷം തട്ടാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ അവരുടെ പല്ലിനിരയായി കൊടുത്തില്ല. അടുത്ത വാക്യം, വേട്ടക്കാരുടെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ. സ്തോത്രം. ദൈവമക്കളെ സ്തോത്രം. ഞാൻ പറയട്ടെ, നന്നായിട്ട് ഡ്രൈവ് ചെയ്തു പോയാലും സ്തോത്രം, നിനക്കെതിരെ സ്തോത്രം ഒരു നിമിഷം ഒന്ന് മയങ്ങിയാൽ മതി എതിരെ വരുന്ന വാഹനം വന്നിടിക്കുവാൻ. ഇതുപോലെ പിശാച് ഒത്തിരി തന്ത്രങ്ങൾ ഒരുക്കി നിന്നെ അപകടത്തിൽ കുരുക്കാൻ നോക്കിയ സ്ഥാനത്തും ഹല്ലേലൂയ പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ കണിയിൽ നിന്ന്, വേട്ടക്കാരുടെ കണിയിൽ നിന്ന് പൊട്ടി പുറത്തു വന്നതുപോലെ ദൈവം രക്ഷിച്ച അനുഭവങ്ങളില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമുണ്ട്. സ്തോത്രം. പകൽ പറക്കുന്ന അസ്ത്രമുണ്ട്. അതിലൊന്നും നശിച്ചു പോകാതെ വണ്ണം, തീർന്നു പോകാതെ വണ്ണം, അത് ദോഷമായി ഭവിക്കാതെ വണ്ണം എന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്കെതിരായി എത്ര തന്ത്രങ്ങൾ മെനഞ്ഞാലും ആ തന്ത്രങ്ങളെ നിഷ്ഫലമാക്കുന്ന ഒരു ദൈവകൃപ എനിക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ടോ? ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അഞ്ചാമത് സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ാം വാക്യം. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. ദോഷം ചെയ്യുന്ന ശക്തി, ആഭിചാര ശക്തികൾ. സ്തോത്രം. ഹല്ലേലൂയ. ആഭിചാരവും ലക്ഷണവിദ്യയും ആർക്ക് പറ്റത്തില്ല? ഇസ്രായേലിന് പറ്റത്തില്ല. ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്ന ദൈവവൈതല്, ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞ് നിൽക്കുന്ന ദൈവവൈതല്, ദൈവിക നിയോഗത്തിൽ നിൽക്കുന്ന ദൈവവൈതല്, ദൈവ ശബ്ദം കേട്ട് യാത്ര ചെയ്യുന്ന ദൈവവൈതല്, ദൈവത്തെ അനുസരിക്കുന്ന ദൈവവൈതല്, നിനക്കൊരു ദോഷവും ഭവിക്കത്തില്ല. ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കത്തില്ല. ഇതുപോലെ ആഭിചാരത്തിന്, ലക്ഷണവിദ്യയ്ക്ക് എല്ലാം ശക്തിയുണ്ടെങ്കിലും ഒരു ദൈവ പൈതലിനെ അതിനേക്കാൾ ശക്തിയോടെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ചില ആഭിചാര മന്ത്ര ശക്തികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ നിർവീര്യമാകട്ടെ. ജൂഡാ ദൗഡാ ശിഖര ജരത, നിന്റെ കുടുംബത്തിന്റെ സ്തോത്രം ഉയർച്ചയ്ക്കെതിരായി, നിന്റെ കുടുംബത്തിന്റെ നന്മയ്ക്കെതിരായി കഴിഞ്ഞ കാലങ്ങളിൽ ചില ആഭിചാര ശക്തികൾ, ജൂഡാ ദൗഡാ ശിഖര ജരദർ ഹതുന റിഖാരവാര. ഓ ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം. അഭിഷേകം പ്രാപിച്ചവൻ ഒരു കുടുംബത്തിൽ ചെന്നാൽ അവിടെ ആ വ്യത്യാസം കാണാൻ പറ്റും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരിക്കലും ഞങ്ങളൊരു ഭവനത്തിൽ പോയി, ഇവിടെ തന്നെയുള്ളതാ സ്തോത്രം, കാക്കനാടുള്ളൊരു ഭവനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. 3000 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടാണ്. സ്തോത്രം. വീട്ടിലൊരു കാർ കിടപ്പുണ്ട്, കാർ പോർച്ചിൽ. സ്തോത്രം. പഴയ ഒരു ഫിയറ്റ. അത് ഓടിച്ചിട്ട് 6 മാസമെങ്കിലും ആയി കാണും. സ്തോത്രം. ഹല്ലേലൂയ. അവർ വിളിച്ചിട്ടാണ് ഞങ്ങളവിടെ ചെന്നത്. സ്തോത്രം. ആ വീട്ടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് നമുക്കറിയാം സ്തോത്രം, എന്തോ ബാധിച്ചിരിക്കുന്ന ഒരു കുടുംബം. സ്തോത്രം. ഹല്ലേലൂയ. അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു മൂകത. അപ്പനുണ്ട്, അമ്മയുണ്ട്, 2 മക്കളുണ്ട്. സ്തോത്രം. കഴിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ല. എല്ലാം കെട്ടപ്പെട്ട അവസ്ഥ. സ്തോത്രം. എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയത്തില്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിലത്തെ ഗേറ്റ് തുറന്ന്, സ്തോത്രം, ഡോറ് തുറന്ന് ഇറങ്ങുമ്പോൾ സ്തോത്രം, കാർപ്പറ്റിൽ സ്തോത്രം കിടക്കുന്നത് കോഴിത്തല, സ്തോത്രം, ചെമ്പരത്തി പൂവ്, സ്തോത്രം, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളെല്ലാം. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയത്? എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ട്. ഒരു ദിവസം പോലും ഇല്ലാത്തതില്ല. പ്രൈസ് ഗോഡ്. അല്ല, ആ വീട്ടിൽ അന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ആ കുടുംബത്തെ സ്തോത്രം ഹല്ലേലൂയ ആ ബാധയിൽ നിന്ന് വിടുവിക്കുവാൻ അപേക്ഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പിറ്റേ ദിവസം രാവിലെ വിളിച്ചു. ചോദിച്ചപ്പോൾ പറയുക, ഇന്ന് കണ്ടില്ല, ഇന്ന് വന്നിട്ടില്ല. സ്തോത്രം. ഒരാഴ്ച അതുപോലെ തുടർന്നു. ചോദിച്ചപ്പോൾ പറയുക, പിന്നെ ആ സംഭവം ഉണ്ടായിട്ടില്ല. സ്തോത്രം. ആ ബാധകൾ, ആ കൂടാരത്തെ ചില ആഭിചാര ശക്തികൾ, ചൂടാ ദൗഡാ ശിഖര ജരത ഹതുന റിഖന ദബര, ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. 3 മാസം കഴിഞ്ഞപ്പോൾ ഹോണ്ട സിറ്റി മേടിച്ചു. ജോലിയായി, പൈസയായി, വീടിൻ്റെ സ്ഥിതി മാറി, അവസ്ഥ മാറി, അനുഭവം മാറി. എന്തായിരുന്നു ഇതിൻ്റെ പിന്നിൽ? അവരെ അവിടെ നിന്നോടിച്ച് നിസ്സാര വിലയ്ക്ക് ആ വീട് കൈക്കലാക്കണം. അതിനുവേണ്ടി ചില ആഭിചാര ശക്തികൾ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച ദൈവ പൈതലേ, നീ കാലുകുത്തി നിൽക്കുന്ന സ്ഥലത്ത് ആഭിചാര ശക്തികൾക്ക് ഒരു സ്ഥാനവുമില്ല.
ഏലിയാവ് കാർമൽ പർവ്വതത്തിൽ നിൽക്കുമ്പോൾ 850 പ്രവാചകന്മാരിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ തല പൊക്കത്തില്ല. ദൈവാത്മാവിൽ നിറഞ്ഞ് ഈ നാളുകളിൽ നിന്റെ കുടുംബത്തിന്റെ അകത്തളത്തിൽ നിന്ന് ചില ദുഷ്ടശക്തികളെ ഓടിക്കത്തക്കവണ്ണമുള്ള അധികാരം ദൈവം തരട്ടെ. ചൂടാ ദൗഡ ശകര ജരദ ഹതുന രവന യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഏഴാമത്, എൻ്റെ നിങ്ങളുടെ ശുശ്രൂഷകൾക്കെതിരായി ദോഷം ചെയ്യുന്ന സ്തോത്രം. ഹല്ലേലൂയ. 2 തിമോഥെയോസ് 4:14-15 വാക്യങ്ങൾ. ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക. മത്സരം ആഭിചാര ദോഷം പോലെ. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് പറയാ തനിക്കെതിരായിട്ട്. എന്നാൽ 17-18 വാക്യങ്ങൾ. കർത്താവോ എനിക്ക് തുണ നിന്നു. സ്തോത്രം. ഹല്ലേലൂയ. തുണ നിൽക്കുന്ന ഒരുവനുണ്ട്. സ്തോത്രം. നീ വിശ്വസ്തയോടെ നിന്നാൽ നിനക്ക് തുണ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ കൊണ്ട് നിവർത്തിക്കേണ്ടത് നിവർത്തിച്ചെടുപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. അതുകൊണ്ട് അപ്പം ദൈവം ദോഷം തട്ടാതെ എന്നെ നിങ്ങളെ സൂക്ഷിക്കും. ദോഷം തട്ടാതെ നമ്മെ സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലും നമ്മൾ ദോഷം തട്ടാതെ വണ്ണം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം. സദൃശ്യവാക്യങ്ങൾ 4-ാം 20, 21, 22, 23 വാക്യങ്ങൾ. മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്ക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. ഹൃദയത്തിന്റെ നടുവിൽ വചനം സൂക്ഷിക്കണം. ദോഷമൊന്നും നിരൂപിക്കരുത്. ഞാൻ പറയട്ടെ, ദോഷം തട്ടാതെ വണ്ണം എൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം എൻ്റെ ദൈവമെന്ന്, ഈ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കും? സ്തോത്രം. ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി ഈ താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് കഷ്ടമനുഭവിച്ച യേശു, സ്തോത്രം, യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കത്തക്കവണ്ണം, ബലപ്പെടുത്തത്തക്കവണ്ണം. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ, യേശുക്രിസ്തു തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാണ്. പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. സ്തോത്രം. കഴിവുള്ളവനാണ്, മനസ്സുള്ളവനാണ്. ഇങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവവുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടെന്ന് ഇന്ന് പകൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ പറയട്ടെ, ഇന്ന് 121-ാം സങ്കീർത്തനത്തിൽ കൂടെ സംസാരിച്ച എല്ലാ കരുതലുകളും യേശുവിൽ കൂടെ എനിക്കുമുണ്ടെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ഏത് കഷ്ടത്തിൽ കൂടെ പോയാലും, ഏത് പ്രശ്നത്തിൽ കൂടെ പോയാലും, ഏത് പരീക്ഷയിൽ കൂടെ പോയാലും എനിക്ക് ദൈവം പോക്ക് വഴി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടോ? ഒരു പരിഹാരം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടോ? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിൽ നിന്ന് എനിക്ക് വരും. ഇന്ന് പകൽ എനിക്ക് വേണ്ട സഹായം എൻ്റെ ദൈവം അയച്ചു എന്ന് വിശ്വസിക്കുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവമേനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമേ
എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? പരീക്ഷ എന്റെ ദൈവമനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവമനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവമനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവമനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവമെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ വയ്ക്കാം. ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ ബാധിക്കുന്ന, ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു ലോകത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ എനിക്ക് സഹായമായിട്ട് ജീവനുള്ള ദൈവം നല്ല ആലോചനക്കാരനായി അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന് എന്നെ വിടുവിക്കത്തക്കവണ്ണം ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങളെ തൊട്ടെല്ലാം സംസാരിച്ചു. ആ വിഷയങ്ങൾ എനിക്കൊരു സഹായം ആവശ്യമാണ്. അത് മറ്റാർക്കും തരുവാൻ കഴിയത്തില്ല, യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. യേശുവേ, ഇന്ന് പകൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ സഹായം, എനിക്കുള്ള സഹായം അങ്ങിൽ നിന്ന് മാത്രം. അങ്ങനെ ഇന്ന് പകൽക്കാലം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭാരപ്പെട്ട് ദൈവിക സഹായം ആവശ്യമാണെന്ന് ദൈവം ഇന്ന് പകൽ എന്നെ തൊട്ട് സംസാരിച്ചു എന്ന് ബോധ്യപ്പെട്ടിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഒരു വിടുതലിനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ താല്പര്യമുള്ളവർ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങൾ ഉയർത്തും. യേശുവെ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അവർക്ക് മാത്രം ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കണം. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ, ദൈവം തന്റെ വചനം അയച്ചു. ഇന്ന് പകൽക്കാലം അയക്കപ്പെട്ട വചനം അത് വിടിവിക്കുന്ന വചനം. എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇന്ന് ദൈവം തന്റെ ശബ്ദം കേൾപ്പിച്ചത്. നാം അവന്റെ ദാസന്മാരാണ്, നാം അവനിൽ നിന്ന് പഠിക്കുന്നവരാണ്, നാം പരദേശി യാത്രക്കാരാണ്. നമ്മുടെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ അഭിമുഖീകരിക്കേണ്ടവരാണ്. എന്നാലും അതിൻ്റെ നടുവിൽ നമ്മെ ഉദ്ധരിച്ചെടുക്കുവാൻ ആവശ്യമായിരിക്കുന്ന ആലോചന തന്ന് അത് പ്രവർത്തിക പഥത്തിൽ കൊണ്ടുവന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം യേശു, അവൻ ജീവിക്കുന്ന ദൈവമെന്ന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ട് അനേകരോട് പറയുവാൻ ഇന്ന് പകൽ ഒരു തീരുമാനം
ഒരു നിമിഷം സമർപ്പിച്ചു കൊടുക്കാം. എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥനയെ ഏറ്റുചൊല്ലട്ടെ. കർത്താവായ യേശുവേ, ഇന്ന് പകൽ കേട്ട വചനത്തിന് മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു. ദോഷം തട്ടിയിരിക്കുന്ന എൻ്റെ വിഷയത്തിൽ എന്നെ കേടുകൂടാതെ, ആ ദോഷം ഭവിക്കാതെ പൂർണ്ണമായി എന്നെ വിടുവിക്കുന്ന വചനം ഇന്ന് പകൽക്കാലം അങ്ങ് അയച്ചത് എൻ്റെ വിടുതലിനാണ്, എൻ്റെ കുടുംബത്തിൻ്റെ വിടുതലിനാണ്. ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ അനുഭവങ്ങൾ കണ്ട് യേശുവേ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. വാത്സല്യ മക്കളെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണം. നേർന്ന വിഷയങ്ങളുമായി ഇന്ന് പകൽക്കാലം കടന്നു വന്നുവെങ്കിൽ അരുളി ചെയ്ത വചനത്തിന്റെ നിവർത്തീകരണം വിടുതലായി, അത് ഗുണമായി, നന്മയായി ഈ പ്രിയരിൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അതിന് തടസ്സമായി പിടിച്ചുവെച്ച, തടഞ്ഞുവെച്ച എല്ലാ പൈശാചിക കെട്ടുകളും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ പൊട്ടിമാറട്ടെ. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ നാമത്താൽ ഇന്ന് പകൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവേ അങ്ങയുടെ നാമ മഹത്വത്തിനായി ചെയ്യും. പ്രാർത്ഥന കേട്ടവർക്ക് സ്തോത്രം. യേശു